എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട്. ഇന്ന് ചുമ്മാ ഒന്ന് പോകാമല്ലോ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് സിരിയോഗയുണ്ട്. പുള്ളി അവിടെ റിപ്പൂസ് എന്ന് പറയുന്ന മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. അവിടെ പുള്ളി ചൂണ്ടയിടുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചുണ്ട്. നല്ല സ്നോഫോൾ ഉണ്ട്. അപ്പം ഇനി അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മളവിടെ നേരത്തെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നത് മിഖാലിൻ്റെ കൂട്ടത്തിൽ. മിഖാലിൻ്റെ ടെൻറ്റ് കാണാൻ വരത്തില്ല. ഞാനിപ്പോൾ പകുതി എത്തിയിട്ടുണ്ട്. ഇനിയും നടന്ന് അവിടെ എത്തണം. അവിടെ ഒരുപാട് ടെൻറ്റുകളുണ്ട്. കാണത്തില്ല, കാരണം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ തന്നെ കണ്ണ് കാണുന്നില്ല. കണ്ണാടി വെച്ചിട്ട് നടക്കുന്നത് ഒന്നും കാണാത്ത അവസ്ഥയാണ്. അതുപോലെ ഇവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു പട്ടീനെയും കൊണ്ടൊക്കെ ഒരു പുള്ളിക്കാരനുണ്ട്. അതുകൊണ്ടോ എന്തായാലും പോയി നോക്കട്ടെ. ഞാൻ പറയല്ലേ, മീൻപിടുത്തമോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടോ, ഇലക്ട്രിക്കൽ സ്നിക്കഹോ, അതാണ് പുള്ളിക്കാരൻ്റെ അടുത്തിരിക്കുന്നത്. ഒരനക്കവും ഇല്ല, ഒന്നുമില്ല. കീഴിൽ കൂടെ പോകുന്ന പോലെ അറിയത്തുപോലുമില്ല. ഇവരിങ്ങനെ കമ്പ് വെച്ചേക്കുന്നേ നമുക്ക് വഴി കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ അവിടെ ഉണ്ട് കമ്പ്, എല്ലായിടത്തും ഇങ്ങനെ കമ്പ് നാട്ടിയിട്ട്. കാരണം എല്ലാം വെളുത്തിരിക്കുന്നതുകൊണ്ട് വഴി കണ്ടുപിടിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. നമ്മൾ അടുക്കാറായി, പക്ഷെ എന്നിട്ട് ഇതിനകത്ത് കാണുന്നില്ല. അങ്ങനെ നമ്മൾ അടുത്തെത്തി ഗൈസ്. ഇത് കണ്ടാൽ പറ്റില്ല, കമ്പ് ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ നടക്കുമ്പോഴത്തേക്കിന് ഈ ആൾക്കാർ നടന്ന വഴിയും അതുപോലെ സ്നിക്കഹോദ് പോയ വഴി കൂടെ മാത്രമേ പോകാവുള്ളൂ. അതാണ് സേഫ്. അത് നല്ല കട്ടി ഉണ്ടാവും, ഐസ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ അറിയോ, നല്ല താഴ്ചയുവാ. എല്ലാ സ്ഥലങ്ങളും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെയായിട്ട് ഇവിടെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എന്നാൽ പോലും ഞാൻ പറഞ്ഞ മാക്സിമം ഈ ലേക്കിലൂടെ ഒക്കെ നടക്കുമ്പോഴത്തേക്കിന് നടന്നിട്ടേ ശ്വാസം കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഇതിലൂടെ നടക്കാവുള്ളൂ. ഒരു 10-15 ടെൻ്റ് ഉണ്ട് അവിടെ. ഇതിനകത്ത് സിരിയോഗൻ്റെ ടെൻ്റ് എവിടെ ആണ്? അത് നീല പച്ച കളർ, വേറെയും പച്ചയുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. കണ്ടില്ലേ, ടെൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ നമുക്ക് നടന്നിട്ടേ രക്ഷയില്ല. നമ്മുടെ ഈ മരത്തിൻ്റെയൊക്കെ അതിൻ്റെ സൈഡിൽ പോയി കഴിഞ്ഞാലേ അവിടെ നിന്ന് ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ടോ. അവിടെ അത്യാവശ്യം മീൻ കിട്ടും. ചെറിയ പുട്ട് പോലെ കാണത്തുള്ള ആൾക്കാരെ, നല്ല ദൂരമുണ്ട്. പുക വന്നുണ്ട്, അത് വിറക് കൊണ്ടുള്ള ഇതാണ്. അതുപോലെ തപ്ലേനി, എന്താ പറയുക, ചൂട് കൊടുക്കുന്നത്. ചിലവരുടെ അതിനകത്ത് ഗ്യാസാണ്. ഇപ്പോൾ എല്ലാവരും ഗ്യാസാണ് ചെയ്തേക്കുന്നത്. സിരിയോഗ എടുത്താലും ഗ്യാസായിരിക്കുന്നത്. സിരിയോഗ എടുത്തുകൊണ്ട് ആ കാണുന്നത് എൻ്റെ നേരെ ഏറ്റവും ലാസ്റ്റ് ടെൻ്റാ. അവിടെ വരെ എത്തണം. അടുത്തെത്തി, ഇനി അധികം ദൂരമില്ല. ഇവിടെ ആൾക്കാർ താമസിക്കും. 1 ദിവസം 2 ദിവസമൊക്കെ താമസിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് നല്ല രസമാണ്. നമ്മുടെ ഗ്രില്ല് ഷഷ്ലിക്കൊക്കെ അടിക്കും, ഫിഷിങ്ങും. അതിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാവരെയും റഷ്യൻസ് എല്ലാ ആൾക്കാരും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഹോബിയാണ്, അവർക്ക് രസമുള്ളൊരു പരിപാടിയാണ്. നമുക്ക് നോക്കാം ഇനി എന്തായാലും അങ്ങോട്ട് പോയിട്ട്. ഇവിടെയൊക്കെ 20 അടി താഴ്ചയുണ്ട്. സിരിയോഗൻ്റെ ടെൻ്റ് അതാ. ഈ ഇത്രയും താഴ്ചയിലെ റിപ്പൂസ് എന്ന് പറയുന്ന മീനെ കിട്ടത്തുള്ളൂ. എനിക്കൊന്ന് ഇതാണോ എന്നെ സിരിയോഗയുടെ ഒരു ഐഡിയ ഇല്ല, നോക്കട്ടെ. സിരിയോഗൻ്റെ അടുത്ത് എത്തി കുറേ സമയത്തൊന്നും അടിച്ചില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു സാധനം അടിച്ചിട്ടുണ്ട്, നോക്കട്ടെ. അതാണ് റിപ്പൂസ്. ഇതാ കിടുവായിട്ടില്ലേ. തൊൽക്ക അജിന്താ പൈമ എന്താ, എനിക്ക് ഇവിടെ എന്താ ഇതുവരെയായിട്ട് ഒരെണ്ണം പോലും അടിച്ചിട്ടില്ല. എനിക്ക് സിരിയോഗയ്ക്ക് അടിച്ച് 20 മീറ്റർ താഴ്ചയുണ്ട്. പുല്ല് അടിയിലെത്തുമ്പോഴത്തേനൊരു സമയത്ത് നോക്കാം. ഇവിടെ നിന്നിപ്പോൾ ഒന്നും കിട്ടിയില്ല. പുറത്തോട്ട് ഇറങ്ങിയിട്ട് നോക്കട്ടെ എന്താണെന്നുള്ള കാര്യം. എന്നാൽ പുറത്തിറങ്ങി പുറത്താ മറ്റേ അങ്ങോട്ട് പോകണം. മഞ്ഞിനകത്ത് നടന്ന് കുഴിഞ്ഞു പോകും. മടി അതാണ്. നടന്നേ എത്തൂല അത്രയും ദൂരം. ഇച്ചിരി ദൂരമേ ഉള്ളൂ, പക്ഷെ നടക്കണം. അത്രയും ദൂരം നടന്നെത്തത്തില്ല. അതാണ് ഈ പ്രശ്നം. നോക്കട്ടെ, മൈൻഡ് പോലെ നോക്കിയിട്ട് ഇറങ്ങിയിട്ട് ചെയ്ത് നോക്കാം. സിരിയോഗയ്ക്ക് വീണ്ടും ഒരെണ്ണം അടിച്ചിട്ടുണ്ട്.
എത്ര സമയം എടുത്താണ്? അരമണിക്കൂർ കൂടുമ്പോഴത്തേക്കിനാണ് ഓർമ്മ അടിക്കുന്നത് തന്നെ. ഇവിടെ ശരിയാകെ ഒരു 3 എണ്ണത്തെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മത്തിയുടെ കൂട്ടിരിക്കും. ഇവനാണ് റിപ്പൂസ്. ഞാൻ കഴിഞ്ഞ ദിവസം മീൻകറി വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ റിപ്പൂസ് വെച്ചിട്ട്. ഇത് നമ്മുടെ ലോഹയുടെ രണ്ട. ലോഹ ഇവിടെ വേറൊരു മീനെ പിടിച്ചിട്ടുണ്ട്, സിഗ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ മീനാണെന്ന് പറഞ്ഞത്. ഇതേപോലത്തെ തന്നെ വേറൊരു ടൈപ്പ് മീൻ, നോക്കട്ടെ. ഇത് ലോഹയുടെ പള്ളാത്തൊക്കെയാണ്. സംഭവം സെറ്റാണ്. നമ്മുടെ വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചേക്കുന്നത്. അതെ, ചായ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, അതിനകത്ത് മീൻ പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഫോൺ പോലെ നിൽക്കുന്നുണ്ട്. അതിനകത്തോടെ എല്ലാ കാര്യം അറിയാൻ വേണ്ടി പറ്റും. എത്ര മീൻ പോകുന്നുണ്ട്, എത്ര താഴ്ചയുണ്ട് എന്നുള്ളതൊക്കെ. അതുകൊണ്ട് ഇവിടെ ഗ്യാസ് ഊറ്റി വെച്ചേക്കുക പുറത്ത്. ശരിയാകെ എന്തോ ചാമ്പിയിട്ടുണ്ടെന്ന് പറഞ്ഞു, നോക്കട്ടെ എന്താണ്. ഒരു തെണ്ടീനെ പിടിച്ചെന്നാണ് പറയുന്നത്. കുറേ സമയം കിട്ടി കളിപ്പിച്ചിട്ടുണ്ട്. തോപ്പයි മാളോ ഓക്കും നെല്ലി ശിബാക്ക്. ബില്ലീൻ ഏത്ത തെണ്ടി ഇവനാ കിടന്ന് കളിച്ചുകൊണ്ടിരുന്ന ഓക്കും ബില്ലീൻ മാലങ്കി ചെറിയ സാധനം. എനിക്ക് ഇവിടെ കൊത്തുപോലും ഇല്ല. ഞാനിവിടെ ഇങ്ങനെ, ഇതാണ് എൻ്റെ സ്ഥലം. കേട്ടോ, ശരിയോടെയും ഗ്യാസാണ് പുറകിരിക്കുന്നത്. നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്, അതൊന്നും കാണാത്തതുണ്ട്. ശരിയൊക്കെ ഓർമ്മ അടിച്ചിട്ടുണ്ട്. പൂസായിരിക്കും. Окунь. Кабан, блин. Кабан, блядь. Окунь кабан, блядь. Так, блядь, Лёха, наверху, блядь. Метров, блядь, 5, наверное, блядь. На Красном Мормуш. ഒരെണ്ണത്തെ കിട്ടി, ചിബാക്ക്. ഇതെവിടെ പോയാലും നമ്മുടെ പുറകെ വരുവാന്ന് തോന്നുന്നു. ഞാൻ റിപ്പൂസിനാണ്, റിപ്പൂസ് കിട്ടിയതും ഇല്ല, ചിബാക്ക് കിട്ടി. അത്യാവശ്യം ഒന്നും അടിക്കുന്നില്ല, ചായ കുടിച്ചിട്ട്. ചില സമയത്ത് നല്ല ആക്റ്റീവ്, ചില സമയത്ത് ഒരു കുത്തുപോലുമില്ല. ഇതാണ് മുറുമൂഷം എന്ന് പറയുന്ന സംഭവം. അത് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേന് ചുമന്നിരിക്കും. നമ്മുടെ കൊഞ്ചും ഞണ്ടൊക്കെ തിളപ്പിച്ച് ചുമന്ന് എടുത്തിട്ട് നടന്നാണ്ട് കിട്ടും. അത് ജീവനുള്ള അപ്പുറത്ത് കിടക്കുന്ന കറുത്ത കളറിൽ, പച്ച കളറിൽ. കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. മീൻപിടുത്തവും കാര്യങ്ങളും കുറച്ച് ഇങ്ങനെ കിട്ടി. ഒരു 3 റിപ്പൂസ്, ഒരു ഓക്കും, ഒരു ചിബാക്ക്, ഇത്രേ നമുക്ക് കിട്ടിയുള്ളൂ. ഞാനൊരു ചിബാക്കിനെ പിടിച്ചു, ബാക്കിയെല്ലാം ശരിയായി പിടിച്ചത്. ഉള്ള മുറുമൂഷും സാധനമെല്ലാം ഇടുകയാണ് അതിനകത്തോട്ട്. തീറ്റ കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്കിന്, എപ്പോഴെങ്കിലും പുള്ളിക്കാരൻ നാളെ വരും പിന്നെ ചൂണ്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനവിടെ കാണും. വെള്ളത്തിനടിയിലോട്ടങ്ങ് ഇറക്കിയാൽ വിടും. എൻ്റെ പഴയ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ട്. താഴെ എത്തിക്കഴിയുമ്പോൾ ഒരു പൊക്ക് വെക്കും, അപ്പോഴത്തേന് എൻ്റെ വാതിലങ്ങ് തുറക്കും. അപ്പോൾ നിലത്ത് ഫുള്ള് കിടക്കും. അപ്പോൾ മീനത് കഴിക്കാൻ വേണ്ടി അവിടെ വരും. കഴിക്കുന്നുണ്ട്. താഴെ എത്തി. ഇനി ഒരു 2-3 ചൂടിലൊക്കെ വെക്കും. ഒറ്റ പൊക്ക സംഭവം തുറന്നു.
സംഭവം തോന്നുന്നതാണ്. ഇപ്പം അതിൻ്റെ ഡോറ് വരെ നടക്കുന്നതാണ് കണ്ടോ. ഇനിയുണ്ട്. നമ്മളാ പുഴുങ്ങിയെടുത്തതും പിന്നെ ജീവനുള്ളതും എല്ലാം കൂടി ഒരുമിച്ച് അതിനകത്തോട്ട് തട്ടിയിട്ട് കളയാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ലോഹ പിടിച്ച് ഊക്കുന്നതാണ്. Вон, достань, выложи его на снег. ഇതുണ്ട്. അയ്യോ ഇക്ര ദോശ യേസ് ഇക്ര യേസ് ഞാൻ റസ്ബീരിയോ ഇക്ര യേസ് ഇതുണ്ട് മുട്ടയുണ്ട്. മുട്ട ഉണ്ട്. Ёпик надо в жопу. Нет, я не вытащу, потому что икра есть. Ага. Не надо, не будет ударить, все будет упал. Смотри. Да, смотри, да. അങ്ങനെ അവിടെ മീൻപിടുത്തവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാണ്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഡിസൈനെക്കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാര്യങ്ങൾ വേണം. പറ്റുമെങ്കിൽ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക.